സൗഖ്യമാകും. നിങ്ങൾ തന്നെ പറയണം, ഞാൻ സൗഖ്യമാകും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. റബന ഹസ്തുനബ ഹംദനബ. ഇതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. എനിക്ക് പ്രാർത്ഥനയിൽ കാണാം, നിങ്ങളെ കർത്താവ് ഇന്ന് തൊടാതിരിക്കത്തില്ല. ഹല്ലേലൂയ. റംബ ഹസ്തുനബ ഹംദന. ഇതിനകത്ത് ഭയങ്കരമായ, ഞാൻ സിസ്റ്ററെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ആദ്യമേ ഇതുവരെ ഇരുത്താത്ത എന്നാന്നറിയാം, ഒരു മരം വെട്ടിയിടുന്നത് പോലെ നിങ്ങളെ ഒരു ബെഡ് കൊണ്ട് ഒതുക്കാൻ പല ആവർത്തി പിശാച് നിന്ന് നിങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ കയറി സാത്താൻ തൊട്ടിരിക്കുക. ജീസസ്. ചില സമയം നിങ്ങൾക്ക് നല്ല ശാരീരിക സുഖമുണ്ട്, പക്ഷെ നിന്റെ പുറത്ത് ഒരു തലയണ വെച്ച് കെട്ടിയതുപോലെ. ഗ്ലോറി, ഗ്ലോറി. നിന്റെ നടുവിന് തുടങ്ങിയ ആ ബന്ധനം ഇന്ന് ദൈവം അഴിച്ചുവിടും. എത്ര നാളായി നിനക്ക് നടുവിന് പ്രശ്നം തുടങ്ങിയിട്ട്? 2-3 വർഷം കൊണ്ടുണ്ട്. ജീസസ്. ഇത് ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ കട്ടിലേ കിടന്ന് പൊളയും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത അവസ്ഥ. ജീസസ്. 3 വർഷം പഴക്കമുള്ള ആ രോഗത്തെ അടുത്ത 3 മിനിറ്റ് കൊണ്ട് ഹീലിംഗ് പവർ. ഓ, സൗഖ്യമാകട്ടെ. യേശു നിന്നെ തൊടട്ടെ. വിശ്വാസം പറഞ്ഞുകൊണ്ട് ഈ സമയം വിടുതൽ സ്വീകരിക്കാം. ദൈവത്തിൽ നിന്ന് വിടുതൽ സ്വീകരിക്കാം. ദൈവത്തിൽ നിന്ന് അത്ഭുതം സ്വീകരിക്കാം. ദൈവത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കാം. അതുപോലെ മൂക്കിനകത്ത് ദശ വളരുന്ന ഒരാൾ സൗഖ്യമാകുന്ന ഞാൻ കാണുക. മൂക്കിനകത്ത് ദശ വളർന്നത് നിമിത്തം ശ്വാസം എടുക്കുമ്പോൾ ആ ഭാഗത്ത് ദശ വളർന്നു നിൽക്കുന്ന ഒരാളെ ഞാൻ കാണുക. അങ്ങനെയുള്ളവരാ ആ ദശ വളർന്നതിലോട്ട് കൈ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ. റമന. ആ ബ്രദറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ മൂക്കിനകത്ത് പോയി കൈ തൊട്ടാൽ അതേ തൊടാൻ പറ്റും. എത്ര നാളായിട്ടുണ്ട്? വർഷങ്ങളായിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഒരു മൂക്കിൽ കൂടെ മാത്രമേ ശ്വാസം ശരിയായി എടുക്കാൻ പറ്റൂ. യേശു നിന്നെ തൊടുന്നത്, എനിക്ക് ആ വ്യക്തിയെന്ന് മനസ്സിലായില്ല, പക്ഷെ മൂക്കിനകത്ത് ദശ വളർന്നിരിക്കുന്ന ഒരാളുണ്ട്. ഓ, യേശു നിന്നെ സൗഖ്യമാക്കട്ടെ. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈ ബ്രദറിന്റെ പേരെന്തുവാ? ബാസ്. അമൃത ബാസ്. 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 എത്ര നാളുകൊണ്ട് ബാസിന് ആ മൂക്കിനകത്ത് ദശ വന്നിട്ട് ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു? 5-6 വർഷം. 6 വർഷം കൊണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഞാനിവിടെ നിന്ന് വരുന്നതിന് മുമ്പേ തന്നെ പുള്ളിയുടെ മൂക്കിൽ നിന്ന് വളർന്നു നിന്ന ദശ ഇപ്പൊ തൊട്ടാൽ അറിയാത്ത രൂപത്തിലായി. ശ്വാസം അതേ മൂക്കിലൂടെ 6 വർഷത്തിന് ശേഷം ആദ്യമായി ശ്വാസം ആഞ്ഞു വലിക്കുകയാണ് അദ്ദേഹം. അങ്ങനെയാണോ ബ്രദറെ സംഭവിച്ചേ? ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ സംഭവിച്ചു. ഇവിടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കൈവെക്കുമ്പോൾ തന്നെ സംഭവിച്ചു. ഞാനൊന്നും ചെയ്തില്ല. യേശു ഇവിടെ ചെയ്ത കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ ഒരു പ്രവൃത്തി
നടക്കാൻ പോവുക. വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിലൂടെ ഒരു അല്പനേരം പ്രാർത്ഥനയിൽ ഇരുന്നാൽ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ചില അത്ഭുതങ്ങൾ, ചില നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൈയുടെ മേൽ ദൈവത്തിന്റെ ഭുജം വെച്ച് ധൈര്യമായിട്ട് കയറും. ഞാൻ ഈ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഇവൾക്ക് കൊടുക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൾ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് രോഗമുള്ളവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച ഈ പ്രാർത്ഥന നിങ്ങൾക്കും ഫലിക്കും. ലൈവിലൂടെ കാണുന്ന നിങ്ങൾക്കും പ്രാർത്ഥന ഫലിക്കും. ഓ ജീസസ്, ജീസസ്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ആ രോഗം, എത്ര ട്രീറ്റ് ചെയ്തിട്ടും മാറാത്ത രോഗം, യേശുവിന്റെ നാമത്തിൽ ആ കാലുവേദന, ആ അസ്ഥിവേദന, ആ അടഞ്ഞുപോയ ചെവി എനിക്ക് കാണാം. ഒരാളുടെ ഇടതു ചെവി വലതു ചെവിയുടെ സഹായത്തിൽ ആ കേൾവി ഉണ്ടാകുന്നു. ഇടതീവി ഒട്ടും കേൾക്കത്തില്ല. ആ വ്യക്തിയുടെ എഴുന്നേറ്റ് നിന്നാൽ ഓ സൗഖ്യമാകട്ടെ. പാസ്റ്ററെ ഒന്ന് പോയി കൈവച്ചേ. യേശുവേ, അവന്റെ നഷ്ടപ്പെട്ട ചെവിയുടെ ഇടത് ചെവിയുടെ കേൾവി യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഞാനിപ്പോ നിങ്ങൾ സൗഖ്യമായെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ വീട്ടിൽ പോയിട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഇന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരിച്ചിരി പോലും വേദന അവിടെ വരത്തില്ല. കാരണം നിങ്ങളുടെ പുറത്തു നിന്ന് ദൈവം ആ രോഗാത്മാവിനെ അഴിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതൊരു രോഗാത്മാവാണ്. അത് നിന്നെ ബന്ധിച്ചതാണ്. നിനക്ക് ആരാ ബന്ധിച്ചെന്നൊക്കെ അറിയാം. വെട്ടിയിട്ട തടി പോലെ നിന്നെ താഴെ കിടത്താൻ ശ്രമിച്ചതാ. പക്ഷെ ഇന്ന് ആ വെട്ടിയിട്ട നിന്നെ തകർത്ത വീട്ടിൽ ജീസസ് ദൈവത്തിന്റെ കൈ ഭാരമാകുക. നിനക്ക് ദൈവത്തിന്റെ കൈ യെസ്. എന്നാ